ബഹുമാന വ്യക്തിത്വങ്ങളെ, മറ്റു സഹോദരന്മാരെ, ജാമ്യ നദിയ എടവണ്ണ MSM ആൻഡ് MGM സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന ദവാ സമ്മേളനത്തിൻ്റെ 12ാം സെഷനിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സലഫിയത്ത് തീവ്രതയല്ല, മതത്വമാണ് എന്നുള്ള ഒരു വിഷയത്തിലാണ്. സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ മറ്റൊന്നും സൂചിപ്പിക്കാതെ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ ഈ ഒരു വിഷയവുമായി നമ്മളോട് സംവദിക്കുന്നത് അബ്ദുൽ ബാരി ബുസ്താനി, അതുപോലെ തന്നെ അബ്ദുൽ വഹാബ് സൊലാഹി ആലപ്പുഴ, ഉമർ സലഫി തിരുവാലി, അംജദ് അൻസാരി പുത്തൂർ. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അംജദ് അൻസാരി പുത്തൂരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സലഫിയത്ത് തീവ്രതയല്ല എന്ന ടൈറ്റിലിൽ സമകാലികമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ പുതിയ തലമുറക്കിടയിൽ ഏറെ വേരോട്ടമുള്ള ഒരു വിഷയത്തെ പ്രമാണബദ്ധമായി വൈകാരികതയ്ക്ക് അപ്പുറത്ത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ് അനുസരിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു സദസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്നവരായ ആളുകളെക്കാൾ കൂടുതൽ നമ്മുടെ യുവത്വത്തിലെത്തി നിൽക്കുന്ന ഒരു 10, 35, 40 വയസ്സിനിടയിലുള്ള കൗമാരക്കാർ മുതൽ യുവാക്കൾ വരെ സ്വാധീനിക്കപ്പെടുന്ന തലത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മുജാഹിദ് വിഭാഗങ്ങളുണ്ട്. അത് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മാതൃസംഘടനയാണ്. ആ മാതൃസംഘടനയ്ക്ക് പുറമെ അതിൽ നിന്ന് പിരിഞ്ഞു പോയവർ, അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണെങ്കിലും മർക്കസ് ദഅവ എന്ന ടൈറ്റിലിൽ നമ്മോട് യോജിക്കുകയും പിന്നീട് കൃത്യമായ ചില കാരണങ്ങളാൽ ആ വിഷയത്തിൽ നമ്മൾ അകറ്റി നിർത്തുകയും അതല്ലെങ്കിൽ നമ്മിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം മർക്കസ് ദഅവ. ഈ 2 വിഭാഗങ്ങൾ സാധാരണ മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും വരിക ഒന്നെങ്കിൽ വിസ്ഡം, KNM, മർക്കസ് ദഅവ. ഇതിനപ്പുറത്ത് കേരളത്തിൽ സലഫികൾ എന്ന അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കൃത്യമായ അഡ്രസ്സില്ലാത്ത, ഊരും പേരും അറിയാത്ത ചില ചെറു സംഘങ്ങൾ നമുക്കിടയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ചെറു സംഘങ്ങളിൽ പോലും ചേരിതിരിവുകളും ഉൾപാർട്ടികളും ധാരാളമുണ്ട്. ഇവരാരാണെന്നോ ഇവരുടെ നിലപാടുകൾ എന്താണെന്നോ ഇവരുടെ വിഷയത്തിൽ അടിസ്ഥാനപരമായി മുജാഹിദുകൾ നോക്കിക്കാണുന്ന, ജിന്നിനോട് സഹായം തേടുന്നത്, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയമടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെ നിലപാടെന്താണെന്നോ വ്യക്തമാവാതെ അഡ്രസ്സില്ലാത്ത ഒരു സംഘം ആളുകൾ നമുക്കിടയിൽ വളരെ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളാണ് സലഫികൾ, സലഫിയത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് കേരളത്തിലുള്ളത്. മുജാഹിദുകൾ ഇസ്ലാഹികളാണ്. അവരങ്ങനെ തന്നെ പറയുക, ഇസ്ലാഹികളും ഖുബൂരികളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ ഖുബൂരികൾ എന്ന് പറയുന്ന പൗരോഹിത്യവും ഇസ്ലാഹികൾ എന്ന് പറയുന്ന മുജാഹിദുകളും ഒക്കെ സമമാണ് എന്ന് പറയുന്ന തരത്തിൽ മനഹജ് തിരിയാത്തവർ, കിതാബ് തിരിയാത്തവർ, ഉലമാക്കളിൽ നിന്ന് ദീന് പഠിക്കാത്തവർ, അറബി മുൻഷിമാർ, ഖുർആനും സുന്നത്തും കൃത്യമായി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിൽ കിത്മാനുൽ ഇൽമ്, അങ്ങനെ പറഞ്ഞത് കിത്മാനുൽ ഇൽമ് എന്ന് പറയുന്നത്
അറിവ് മറച്ചു വെക്കുന്ന ആളുകൾ, യഥാർത്ഥ സലഫിയത്തിനെ മാറ്റിവെച്ചുകൊണ്ട് യുക്തിവാദത്തിലേക്ക് സലഫിയത്തിനെ കൊണ്ടു ചെന്ന് കെട്ടിയവർ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഈ അസത്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് നിരന്തരമായി കുട്ടികൾക്കിടയിൽ പറഞ്ഞ് തങ്ങൾക്ക് മാത്രമാണ് ഇൽമുള്ളത്, തങ്ങളാണ് ഇൽമിൻ്റെ ആളുകൾ, അറിവുള്ളവർ ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ സലഫിയത്ത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, സംഘടന മുതൽ ഇങ്ങനെ ഓരോന്നും അവർ നിഷേധിക്കും. സംഘടന നിഷിദ്ധമാണ്, സംഘടിക്കാൻ പാടില്ല. ഈ രൂപത്തിൽ സംഘടന എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, സംഘടനാ സെറ്റപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹംബ്രാസ് എന്ന് പറയുന്ന നായിഫ് ബിൻ ഹംബ്രാസ്, ഇത് പേര് കൃത്യമായി ഓർക്കുന്നില്ല, ഹംബ്രാസ് ബിൻ ഹാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ ഒരു ദാഇയുടെ സംസാരം വന്നു. എന്താ, മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും സംഘടിക്കുക എന്നതിന് തെളിവോതിയത് വൽതക്കും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയുമിനൂന ബിൽ ഖൈർ എന്ന് പറയുന്ന ഈ ആയത്താണ്. വൽതക്കും മിൻകും ഉമ്മ യദഊന ഇലൽ ഖൈർ വയഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഈ ആയത്താണ് പലപ്പോഴും നമ്മൾ തെളിവുകളാണ്. ഈ ആയത്ത് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവല്ല. അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു പ്രത്യേകമായ ശൈലിയും വേഷവിധാനവും സംസാരം തന്നെ ഇവരുടെ നേരിട്ടുള്ള സംസാരമല്ല. ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ മൈക്കിന് മുമ്പിൽ വരുമ്പോൾ ഒരു പ്രത്യേകമായ സംസാര രീതികൾ, ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ ഭാഷ പഠിച്ച് അറബി പഠിച്ചിട്ട് മലയാളം തന്നെ മറന്നുപോയ രൂപത്തിലൊക്കെയുള്ള ഒരു ശൈലികൾ സ്വീകരിച്ച് എന്നിട്ട് അദ്ദേഹം പറയാണ്, സഹോദരന്മാരെ, ഇത് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവാണോ? ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കണം, ഒരൊറ്റ സമുദായമായി ഒരൊറ്റ ഗ്രൂപ്പായി ഒന്നായി നിലകൊള്ളണം. അല്ലാതെ ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് KNM എന്ന ISM എന്ന MSM എന്ന ഈ രൂപത്തിലാണ് അദ്ദേഹം. ഇതൊരു സംഘടന ഉണ്ടാക്കാനുള്ള തെളിവല്ലല്ലോ. ഇതിൽ എത്ര അർത്ഥമുള്ളൂ? നിങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു ശരീരം പോലെ പ്രവർത്തിക്കണം. യദുല്ലാഹി മഅൽ ജമാ, സംഘത്തോടൊപ്പമാണ് അള്ളാഹുവിൻ്റെ കൈ. ഇത് അദ്ദേഹം ഇങ്ങനെ പറയാൻ. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും, അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഈ ആയത്തിനെ അങ്ങ് ദുർവ്യാഖ്യാനിച്ച് ഒരു സംഘടനാ സെറ്റപ്പ് ഈ കാണുന്ന രൂപത്തിൽ ഇന്ന് പ്രസ്ഥാനത്തിന്റെ രീതിയിൽ ഈ മുജാഹിദ് സംഘടനകളൊക്കെ ഖുർആനിക ആയത്തിനെ വക്രീകരിച്ചുകൊണ്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. എന്നാൽ സംഘടന ഹറാമാണെന്ന് വ്യക്തമായി പറയുന്നില്ല. സംഘടന ഈ രൂപത്തിലുള്ള സംഘാടനത്തെ അവർ ശക്തമായി എതിർക്കുന്നു. എന്നാൽ ബിദ്അത്താണെന്ന് പറയുന്നത് കാരണം തെളിവില്ല എന്നുള്ളത് അവർക്കറിയാം. പറഞ്ഞ് അവസാനം ഒന്നുമല്ലാത്ത അവസ്ഥ. ഇപ്പം ഇത് വേണമെങ്കിൽ ഒരാൾക്ക് പറഞ്ഞൂടെ? ഇപ്പം നമ്മൾ സാധാരണ ഈ പറയുന്ന വിഭാഗമാണെങ്കിലും ഇവർക്ക് അസരി കോളേജ് ഉണ്ട്, കോഴിക്കോട് അസരി കോളേജ് ഇവരുടെ പേരിൽ നടത്തപ്പെടുന്ന അറബി കോളേജുകളുണ്ട്, കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഇവർക്ക് സംവിധാനങ്ങളുണ്ട്. അപ്പം നമ്മൾ സാധാരണ ആയത്തോത് അള്ളാഹിൻ്റെ ദീന് പഠിക്കണം, ഇൽമ എത്തിച്ചു കൊടുക്കണം, ഫലിയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, എങ്ങനെ സാധാരണ ഇൽമ കൈമാറാനുള്ള തെളിവുകൾ നമ്മൾ അങ്ങനെ ഓതും. വേണമെങ്കിൽ ഒരാൾ നമുക്ക് തിരിച്ചു പറയാം, സഹോദരന്മാരെ, ഇത് ഇൽമ പഠിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇത് അറബി കോളേജ് ഉണ്ടാക്കാനുള്ള തെളിവല്ലല്ലോ. ഇതൊരു പ്രിൻസിപ്പൾ നിർത്താനും ഒരു അധ്യാപകരായും പ്രിൻസിപ്പളായും പ്യൂണുമാരായും കോളേജിനൊരു ബോർഡായും സംവിധാനമായും കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയായും ഒരു സംഘമുണ്ടാക്കാനുള്ള തെളിവല്ലല്ലോ. ഇത് ദീന് പഠിപ്പിക്കണമെന്നല്ലേ അള്ളാഹു പറയുന്നുള്ളൂ എന്നൊരാൾ തിരിച്ചു പറഞ്ഞാൽ എന്താണ്? നമ്മൾ അയാളോട് സഹതപിക്കും. നമ്മൾ അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. ദീന് പഠിക്കാൻ ഭൗതികമായി എന്തൊക്കെ സന്നാഹങ്ങൾ ചെയ്യാൻ പറ്റുമോ അള്ളാഹു അനുവദിച്ച് അതൊക്കെ ചെയ്യാം. അത്രേ സംഘടനയുടെ വിഷയത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിപ്പോൾ KNMന്റെ സംഘടനാ സെറ്റപ്പ് തന്നെ ആവണമെന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന് കീഴിൽ കൃത്യമായ ഈ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ ആ നാട്ടിലെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകളെ ഖത്തീബുമാരായും മറ്റും നിശ്ചയിക്കും. അവിടെ ഭരണകൂടം തന്നെയാണ് ദഅവത്ത് നടത്തുന്ന സംഘടന. അതുകൊണ്ട് സൗദി അറേബ്യയിൽ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ദഅവത്തിനൊരു സംഘടന വേണ്ട. കാരണം അവിടുത്തെ ഭരണകൂടം തന്നെയാണ് ദഅവ സംഘടന. എന്നാൽ അനിസ്ലാമിക രാജ്യങ്ങളിൽ സ്വാഭാവികമായും സംഘടന ഉണ്ടാവും. എല്ലായിടത്തും ഇതുപോലെ ആവില്ല. ചില സ്ഥലത്ത് ഒരു അമീർ ആയിരിക്കും, ആ അമീറിന് കീഴിൽ ഒരു കൂട്ടം ആളുകളായിരിക്കും ദഅവത്ത് നടത്തുന്നത്. ഓരോ പ്രദേശത്തും ഓരോ സ്വഭാവങ്ങളുണ്ടാവും സംഘാടനത്തിന്. അത്രമാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വരാനുണ്ട്. ഞാനത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഒരു സംഘടന മുതൽ ഇങ്ങോട്ട് നമ്മൾ തൊട്ടതെല്ലാം പിഴച്ചതാണ്, നമ്മൾ പറയുന്നതെല്ലാം പിഴവാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഈ സലഫി പ്രസ്ഥാനം കേരളത്തിൽ ചെയ്ത കർമ്മങ്ങളെ പ്രവർത്തനങ്ങളെ വില കുറച്ച് കണ്ട് ആളുകളെ മുഴുവൻ ആ മനഹജിൽ നിന്ന്
മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടത്തുക. നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾക്ക് പോലും പങ്കെടുക്കരുത് എന്ന് അണികളെ പഠിപ്പിക്കുക. നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുന്നവർ, അതാണ് ഏറ്റവും രസം. സാധാരണ നമ്മൾ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ തോണിയിൽ കയറി മീൻ പിടിക്കുകയാണ്, അല്ലെ ചൂണ്ടലിട്ട് കഷ്ടപ്പെട്ട് ഇര കൊണ്ടൊന്ന് വെയിൽ കൊണ്ട് മീൻ പിടിച്ച് നമ്മൾ കരയ്ക്കിടുകയാണ്. ഇവർ കുറച്ച് ആളുകൾ കരയിൽ അങ്ങനെ കുത്തിരിക്കുകയാണ്. നമ്മൾ പിടിച്ചിട്ട മീനിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഓല പാളയത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. ഈ പണിയാണ് പലപ്പോഴും ഇവർ ചെയ്യുന്നത്. നമ്മൾ ഈ ആദർശവും തൗഹീദും ഒക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ പറഞ്ഞു കൊടുത്ത് ഈ സുന്നി പ്രസ്ഥാനങ്ങൾ, ഈ ഖുറാഫി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുമ്പോൾ വൈക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോലെ അത് മനഹജ് പഴച്ചവരാ. ഓൽക്ക് കിതാബ് തിരിയൂല. ഓല് പണ്ഡിതന്മാരുടെ ഉലമാക്കളുടെ അടുക്കൽ നിന്ന് ഇൽമ സ്വീകരിച്ചവരല്ല. അതുകൊണ്ട് ആ വഴിക്ക് പോവണ്ട, ഈ വഴിക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചുകൊണ്ട് ഇത്തരം ആളുകളെ എത്രത്തോളം എന്ന് പറയാൻ എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളെ ഞങ്ങൾ പറഞ്ഞു. ഞാൻ ഖുത്ബ പറയുന്ന പള്ളിയിലടക്കം നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വരുന്നവരെ തടയുക. എന്താ വിഷയം? മനഹജ് അറിയില്ല. അള്ളാന്റെ ദീന് പഠിക്കുന്ന സംഘങ്ങൾ, ആ സംഘങ്ങളിൽ നിന്ന് വരെ ആളുകളെ തടയുന്ന തരത്തിലേക്ക് ഇതൊരു പ്രശ്നമായി മാറുകയും കേരളത്തിൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവന്ന് ജനാധിപത്യം കുഫറാണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടെ നിരന്തരം ശ്രമങ്ങൾ നടത്തിയ അവസാനം സലഫി പ്രസ്ഥാനങ്ങളെ പോലും സംശയിക്കുന്ന, സലഫി എന്ന് പേര് കേൾക്കുമ്പോൾ അത് തീവ്രതയാണ്, ജനാധിപത്യം കുഫറാണ്, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കരുത് എന്ന് പറയുന്ന സംഘങ്ങളാണ് ഇവർ എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ ഒട്ടും യുക്തിദീക്ഷയില്ലാതെ, ഹിക്മത്തില്ലാതെ, കാര്യങ്ങളും സന്ദർഭവും സാഹചര്യവും അറിയാതെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ തോന്നിയ പോലെ വ്യാഖ്യാനിച്ച് തങ്ങളുടെ മുമ്പിലുള്ള അണികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക വഴി ഈ സലഫി കൂട്ടായ്മകളെപ്പോലും അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ സംഘങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കുറിച്ച് പറയാതെ നിർവാഹമില്ല. ഈ വിഷയത്തിൽ നമ്മളോട് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് നമ്മുടെ ഈ 3 അതിഥികളും ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കും. വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട്. ഒന്നാമതായി, സാധാരണയായി ഇവർ മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങളിൽ ഒന്നാണ് സലഫി പ്രസ്ഥാനം റുബൂബിയത്ത് പഠിപ്പിക്കുന്നു, ഉലൂഹിയത്ത് പഠിപ്പിക്കുന്നു, അസ്മാഉ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് ഇവർക്ക് വലിയ ധാരണ. ഇവർ സിഫാത്തുകളെയും അള്ളാഹുവിൻ്റെ അസ്മാകളെയും കേരള സമൂഹത്തെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു അബദ്ധമാണ്. തൗഹീദിൻ്റെ 3ാമത്തെ ഭാഗം ഇവർ അവഗണിക്കുന്നു എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഈ ആരോപണത്തിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് പരിശോധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ നമ്മളോട് ബഹുമാന്യനായ അബ്ദുൽ ബാരി ബുസ്താനി സംസാരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ സലഫിയത്ത് എന്ന വാക്ക് ഏറെ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരാധുനിക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സലഫ എന്ന ഒരു വാക്കിൽ നിന്ന് ഉൽപ്പന്നമായി മുൻകഴിഞ്ഞു പോയവർ, മുൻഗാമികളെന്ന് അർത്ഥം പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖൈറു ഉമ്മയായ സ്വഹാബത്തും ശേഷം വന്ന താബിഅകളും അതിനുശേഷം വന്ന തബഉ താബികളും ഉൾപ്പെടെയുള്ള സച്ചരിതരായ ആളുകൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ്റെ സുന്നത്തിനെയും എങ്ങനെയാണോ പഠിച്ചത്, മനസ്സിലാക്കിയത്, അവരുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്തത്, ആ മാർഗം സ്വീകരിക്കുന്നവർ എന്നർത്ഥത്തിലാണ് സലഫ്, സലഫികൾ, സലഫിയത്ത് എന്നൊക്കെയുള്ള നാമധേയങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരമൊരു പ്രസ്ഥാനം കേരളത്തിൻ്റെ ഭൂമികയിൽ സ്ഥാപിക്കാനും ആരംഭിക്കാനും ഉണ്ടായ പശ്ചാത്തലങ്ങളും പിന്നീട് ശക്തമായി ശിർക്കിൽ നിന്നും കുഫറുകളിൽ നിന്നുമൊക്കെ മുസ്ലിമായി ജനിക്കാൻ പോലും സൗഭാഗ്യം ലഭിക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ ആ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ശരിയായ വഴിയിലേക്ക്
മഹാരഥന്മാരായ ഇന്നലയിലെ പണ്ഡിതന്മാർ, നേതാക്കൾ, ദാഇകൾ, നേതാക്കന്മാർ, ഉമറാക്കൾ, ഉലമാകൾ, സാധാരണക്കാരായ ഉൾപ്പെടെയുള്ള സ്വാത്വികരായ നിഷ്കളങ്കരായ മനുഷ്യരുടെ അധ്വാനം കൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തനം ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത്. ഞാനിത് പറയുന്നത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സാമ്രാജ്യം വികസിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അത്രയധികം ഇസ്ലാമിന് സ്വാധീനമുണ്ടായി. ഇസ്ലാമിൻ്റെ അതിർത്തികൾ വ്യാപിച്ചു. ഗവർണർമാരെ ചുമതലയേൽപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹം മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ടൊരു പീഠമുണ്ടാക്കി. എന്നിട്ട് മുഴുവൻ ആളുകളും നോക്കി നിൽക്കെ ഖബ്ബാബുനെ അറത്ത് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ പീഠത്തിന്റെ മേലെ കയറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്നലകളിൽ ഈ ദീനീ പ്രബോധനത്തിന് വേണ്ടി നിങ്ങളെപ്പോലെയുള്ള മുൻഗാമികൾ പ്രവാചകന്റെ സ്വഹാബത്ത് അനുവദിച്ച ത്യാഗങ്ങളെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് ഖബ്ബാബുനെ അറത്ത് റളിയല്ലാഹു അൻഹു നാവുകൊണ്ടായിരുന്നില്ല മറുപടി പറഞ്ഞത്. പകരം തൻ്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം താൻ പുറകു ഭാഗം അവരുടെ മുമ്പിൽ തിരിഞ്ഞു നിർത്തി തൻ്റെ വസ്ത്രം ഊരി കാണിച്ചു കൊടുക്കുക ചെയ്തത്. മുതുകുഭാഗത്ത് എല്ലുകൾ കാണുമാറ് ഇറച്ചിയുടെ മാംസങ്ങൾ അളന്നുപോയിട്ട് തൂർന്നു പോകാത്ത ഓട്ടയായി ഗുഹ പോലെ ബാക്കി നിൽക്കുന്ന ആ കുഴികളാണ് അതിനുള്ള മറുപടി. ഞാനിത് ഓർമ്മിപ്പിച്ചത്, ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിന്റെ ചലനങ്ങളെ അനുദിനം മനസ്സിലാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളിലേക്ക് വളർന്നു വന്നപ്പോ ഇന്നലകളിൽ ഈ പറയപ്പെട്ട യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തൗഹീദിന്റെ വെളിച്ചം കിട്ടിയ നല്ലവരായ മനുഷ്യർ ജീവിക്കുന്ന മഹല്ല് സംവിധാനത്തിനെതിരെ സ്വന്തം വാപ്പയും ഉമ്മയും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും കെട്ടുബന്ധങ്ങളുമൊക്കെ പ്രതിസന്ധിയിലാകുമാറൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ മനസ്സിലാക്കിയ തൗഹീദിന് വേണ്ടി ആ മഹല്ലിനോട്, അതേപോലെ തന്നെ നാടിനോട്, നാട്ടുകാരോട് ആ തൗഹീദിന് വേണ്ടി സംസാരിക്കുകയും വാദിക്കുകയും തർക്കത്തിലേർപ്പെടുകയും അങ്ങനെ വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തത് അതിൻ്റെ പിൻഗാമികളായി ആ സൗഭാഗ്യങ്ങളും സംവിധാനങ്ങളും വന്നു ചേർന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഇന്ന് അവർ ചവിട്ടി നിറന്ന കനൽപഥങ്ങളിലൂടെ, ആ തീക്കനലുകളിലൂടെ ഒരു വേള അവരുടെ ജീവിതം കൊടുത്ത് അവരുടെ എല്ലാം ത്യജിച്ച് ഇന്ന് കാണുന്ന സൗഭാഗ്യത്തിൽ തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ പറയാണ്, നിങ്ങളൊന്നും ചെയ്തത് ശരിയല്ല, നിങ്ങൾക്കൊക്കെ തെറ്റുപറ്റി, നിങ്ങൾക്കൊന്നും സലഫിയത്ത് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കൊന്നും ഇൽമില്ല, നിങ്ങൾക്ക് മൻഹജ് അറിയില്ല. സഹോദരങ്ങളെ, നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഓരോ മനുഷ്യന്റെയും മനസ്സിനകത്തുള്ള, കൽബിനകത്തുള്ള നിയ്യത്ത് അറിയുന്നവൻ. ഈ പറയുന്ന മനുഷ്യൻ, പ്രവർത്തിക്കുന്ന മനുഷ്യൻ, അധ്വാനിക്കുന്ന മനുഷ്യൻ എന്ത് നിയ്യത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്, എത്രത്തോളം ഇഖ്ലാസോടുകൂടിയാണ് ഒരു മനുഷ്യൻ അയാൾക്ക് ലഭിക്കപ്പെട്ട പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അതൊരു മാതൃകയാക്കി സമൂഹത്തോട് അത് ഉത്ബോധിപ്പിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ഈമാൻ അളക്കാൻ ഈ ലോകത്ത് ഏത് ഉപകരണമാണുള്ളത്? അങ്ങനെ വിധി പറയാനുള്ള ഹാക്കിമുകൾ ആരാണ് ഈ ലോകത്തുള്ളത്? നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ വെച്ചല്ലാതെ ഓരോ മനുഷ്യന്റെയും നിയ്യത്തുകളെ, ഇഖ്ലാസുകളെ, ആ മനുഷ്യരെ സേവനങ്ങൾക്ക് പൂർണ്ണ നൽകപ്പെടാൻ റബ്ബിനല്ലാതെ ഈ ലോകത്ത് ആർക്കാണ് സാധിക്കുന്നത്? സഹോദരങ്ങളെ, ഇത് ഞാൻ ആമുഖമായി എൻ്റെ സഹോദരങ്ങൾ ഓർമ്മിപ്പിച്ചത് ഒരിക്കലും ഇത്തരത്തിൽ
പൊതുവെ ആളുകൾക്കുള്ള സ്വഭാവ. മലയാളത്തിൽ തന്നെ ചൊല്ലും, ചോറ് കൊടുത്ത കയ്യിനാണ് എന്ത് ചെയ്യുക, പലപ്പോഴും പണി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. എല്ലാ സൗഭാഗ്യങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും കിട്ടി. ഇന്ന് ഇതിലേറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ, ഇന്ന് ഈ പറയുന്ന തലത്തിലേക്ക് ഈ പറയപ്പെടുന്ന ആളുകൾ പോലും വൈജ്ഞാനികമായി, ദീനീപരമായി, ആത്മീയമായി ഉയരാൻ അവർ നടക്കാൻ ഉപയോഗിച്ച സ്റ്റെപ്പുകൾ ഏതാണ്? അവർ നടന്നു വന്ന വഴികൾ ഏതാണ്? അവർക്ക് ഈ തൗഹീദ് കിട്ടാനുള്ള കാരണമായ പ്രസ്ഥാനം ഏതാണ്? നേരത്തെ പറഞ്ഞല്ലോ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഒരു സാമുദായിക കൂട്ടായ്മ, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന, അതിൻ്റെ യുവജന വിഭാഗമായ ISM, MSM എന്ന വിദ്യാർത്ഥി സംഘടന, MGM എന്ന വനിതാ വിങ്, സ്റ്റുഡൻസ് വിങ്, ഇതിലൊക്കെ മെമ്പർഷിപ്പ് എടുത്താൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ചെല്ലാം എന്നൊരു ഓഫറും ആരും പറഞ്ഞിട്ടില്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച്, ആ റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്യാൻ കഴിയുന്ന നന്മകളിൽ ചേർന്ന് നിന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനോ പ്രവാചകന്റെ സുന്നത്തിനോ എതിരാകാത്ത വിധം മാതൃകായോഗ്യമായ ജീവിതം നയിക്കണം എന്ന കരാറ് മാത്രമേ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞിപ്പോ വിമർശിക്കാണ്. വിമർശിച്ചോട്ടെ, കുഴപ്പമുണ്ടായിട്ടല്ല. പറഞ്ഞ് എന്താണ് വിമർശിക്കുന്നത്? തൗഹീദുൽ ഉലൂഹിയത്തില്ല. സാധാരണ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആശയപരമായി വ്യതിയാനം സംഭവിച്ച ആൾക്കാർ പറയും, നിങ്ങൾക്ക് ആകെ ഒരു ശ്മശാന വിപ്ലവം മാത്രമേ ഉള്ളൂ. അതായത് ലോകത്തെ ബാധിക്കുന്ന നീറുന്ന 100 പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും പോയാലും നിങ്ങൾക്കൊരു തൗഹീദാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആകെ ഈ തൗഹീദേ പറയാനുള്ളൂ. അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച വഴിപാട് അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് പലപ്പോഴും എതിരാളികൾ പോലും പറയാറുള്ളത്. എന്നാൽ ആ തൗഹീദ് തന്നെയാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ കാര്യമെന്ന വിഷയത്തിൽ ഒരു സംശയമില്ല. അത് മുജാഹിദ് പ്രസ്ഥാനം സ്വന്തമായി ആവിഷ്കരിച്ച തത്വമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, തീർച്ചയായും മുഴുവൻ സമൂഹങ്ങളിലേക്കും നാം ദൈവിക ദൂതന്മാരെ, മുർസലുകളെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, ആ അള്ളാഹുവിന് പുറമെയുള്ള, ഇലാഹിന് പുറമെയുള്ള ദൈവേതര മൂർത്തികളെ മുഴുവൻ നിങ്ങൾ വെടിയണം എന്ന് പഠിപ്പിക്കപ്പെടാത്ത ഒരു മുർസലും ഒരു ഉമ്മത്തിലേക്കും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത്. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. മുഹമ്മദ് നബിയോട്, ഖാത്തിമുൽ അംബിയാഇനോട് അല്ലാഹു കൽപ്പന എന്താ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാർക്കും നാം കൊടുത്ത വഹയാണ്, നിങ്ങളാണ് ശിർക്ക് വെക്കുന്നതെങ്കിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മറ്റാരെങ്കിലും ചേർക്കുന്നത് എങ്കിൽ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകും എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ആൾക്കാർ ഈ ശിർക്ക് ചെയ്താൽ അവരെ അമലും ബാത്തിലാകുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ നയങ്ങളായി, നിലപാടുകളായി, രീതിശാസ്ത്രമായി സ്വീകരിച്ച ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചതല്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ നസ്സായി പഠിപ്പിക്കപ്പെട്ട, പ്രവാചകന്റെ സുന്നത്തിലൂടെ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളെ അതുപോലെ ജീവിതത്തിൽ പറയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് സമൂഹത്തോട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. അത് വസ്തുതാപരമായി ന്യായമായി മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും സഹിഷ്ണുതയും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് തൗഹീദുൽ ഉലൂഹിയത്തിന്റെ കാര്യത്തിലാകട്ടെ, തൗഹീദുർ റുബൂബിയത്തിന്റെ കാര്യത്തിലാകട്ടെ, ഇവിടെ പറഞ്ഞ തൗഹീദു അസ്മാഇ വസിഫാത്തിന്റെ കാര്യത്തിലും അതേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം. തൗഹീദുൽ ഉലൂഹിയത്തുമായി അല്ലെങ്കിൽ തൗഹീദ് അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സാധാരണയായി ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന വിഷയങ്ങളിലൊന്നാണ്, ഇവർ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. തമ്പുരാൻ, നാഥൻ, രക്ഷിതാവ്, ദൈവം എന്നൊക്കെയുള്ള
അതായത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവൻ്റെ നാമങ്ങളെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇൽഹാദ് നടത്തലാണ്. എന്ന് പറഞ്ഞാൽ ഇൽഹാദ് നടത്തുക പറഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന മതവിരുദ്ധ പ്രവർത്തനമാണിത്. അള്ളാഹുവിനെ അള്ളാഹു എന്നല്ലാതെ ഈ നാമങ്ങളിലൊക്കെ നമ്മൾ സാധാരണ പടച്ച തമ്പുരാനെ, റബ്ബേ എന്നുള്ള വിളി, പടച്ച തമ്പുരാനെ എന്നുള്ള രൂപത്തിൽ, രക്ഷിതാവേ എന്നൊക്കെ രൂപത്തിൽ, ദൈവം എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഇത് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇത് ഇൽഹാദാണ്. ഈ വിഷയത്തിൽ നാമഗുണ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ആ നാമങ്ങളിൽ നിന്ന് അള്ളാഹ്ക്ക് ചില അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നുണ്ടല്ലോ, ഫദ്ഉ ബിഹ, അതുകൊണ്ട് വിളിക്കണം എന്നുള്ള ആ കൽപ്പനക്ക് വിരുദ്ധമാണ് എന്ന ചില ജൽപ്പനങ്ങൾ, ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ചില അർദ്ധസത്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കുന്ന, എന്നാൽ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഇവർ ഉണർത്താറുണ്ട്, അല്ലെങ്കിൽ ഇവർ ആക്ഷേപിക്കാറുണ്ട്, ആരോപിക്കാറുണ്ട്. വിഷയമായി നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഉമർ തിരുവാലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലഫിയത്ത് തീവ്രതയല്ല മിതത്വമാണ് എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലിക വിഷയത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് ഇത്. എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് അതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എല്ലാവരിലേക്കും കുഫ്രിയത്ത് ചാർത്തിക്കൊണ്ടിരിക്കുന്ന, അഥവാ ഇസ്ലാമിക പ്രമാണങ്ങളെ തങ്ങൾക്കനുകൂലമായ വിധത്തിൽ മാത്രം വ്യാഖ്യാനിക്കുന്ന, അന്യത വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ആസുര കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിലെ ഇതിഹാസത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു തെരുവ് തസ്കരനുണ്ടായിരുന്നു. ആ തെരുവ് തസ്കരൻ്റെ പേര് പ്രോക്രസ്റ്റസ് എന്നാണ്. ആ പ്രോക്രസ്റ്റസിന് പ്രത്യേകമായ ഒരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൽ, അഥവാ കൊള്ളക്കാരനായ പ്രോക്രസ്റ്റസ് തൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ആ കട്ടിലിൽ കിടത്തുകയും, തൻ്റെ കട്ടിലേക്കാൾ വലുപ്പം കൂടിയ ആളാണ് തൻ്റെ അതിഥി എങ്കിൽ ആ കട്ടിലിനോളം വലുപ്പമാക്കി അതിഥിയെ വെട്ടിമുറിക്കുകയും, കട്ടിലിനോളം വലുപ്പമില്ലാത്ത ആളാണ് അതിഥി എങ്കിൽ കട്ടിലിനോളം വലുപ്പമെത്താൻ അതിഥിയെ വലിച്ചു നീട്ടുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയാണ് അദ്ദേഹം നടപ്പാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഈ പ്രോക്രസ്റ്റസിൻ്റെ കട്ടിലിൽ കിടത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമല്ലാത്തതിനെ വെട്ടിമുറിക്കുകയും, അതുപോലെ തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വല്ലതിനെയും വലിച്ചു നീട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പ്രമാണബദ്ധമായി മൗലികമായ പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ അടുത്തറിയാനും മനസ്സിലാക്കാനും സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വ്യതിചലനങ്ങൾക്ക് വിധേയമാക്കപ്പെടും എന്നുള്ളത് തീർച്ചയായും സഹോദരന്മാരെ, ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം അതുമായി ബന്ധപ്പെട്ടത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് തൗഹീദ് എന്നുള്ളത്. തൗഹീദിൻ്റെ ഒരു പ്രധാന ശാഖയാണ് ഇവിടെ വിശദീകരിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും, അൽ അസ്മാഉ വസിഫാത്ത്. അള്ളാഹുവിനെ അവൻ സ്വയം പരിചയപ്പെടുത്തിയ നാമങ്ങളിൽ നിന്ന് വഴിമാറി വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ ആ നാമങ്ങൾ അവനല്ലാത്തവർക്ക് നൽകുകയോ ചെയ്യുന്നത് ഇസ്ലാമിൽ
ഇൽഹാദ് ഫിൽ അസ്മാഇ വസിഫാത്ത് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇത് വിശ്വാസപരമായി ഗുരുതരമായ വഴിതെറ്റലാണ്. ഇൽഹാദ് എന്ന പദത്തിൻ്റെ അർത്ഥം അഥവാ അതിൻ്റെ ഭാഷാർത്ഥം വഴിമാറുക, തെറ്റിലേക്ക് വഴുതുക എന്നൊക്കെയാണ്. അപ്പം ശരീഅത്തിൻ്റെ വ്യാഖ്യാന പ്രകാരം അള്ളാഹുവിൻ്റെ നാമങ്ങളുടെയും ഗുണങ്ങളുടെയും ശരിയായ അർത്ഥത്തിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള വ്യതിയാനവും അതിൽപ്പെടും എന്നുള്ളതാണ്. രണ്ടാമതായി ഖുർആനിലെ അടിസ്ഥാന പ്രമാണം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി. അത് സൂറത്ത് അഅറാഫിലെ 180-ാമത്തെ വചനം. അള്ളാഹുവിനെ അവൻ്റെ മഹത്തരമായ നാമങ്ങളിൽ വിളിക്കുക, അല്ലാത്തതിനെ വെടിയുക. അത് അല്ലദീന വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് നടത്തുന്ന ആളുകളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാന്മാരായ മുഫസ്സിറുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നതും അവയെ അന്യർക്കായി ഉപയോഗിക്കുന്നതുമാണ് ഇവിടെ വിലക്കപ്പെട്ട ഇൽഹാദ് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൽഹാദിൻ്റെ പ്രധാനമായ രൂപങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക. വിശുദ്ധ ഖുർആനിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ വിശേഷണങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് വിലക്കപ്പെട്ട സംഗതിയാണ്. അതുപോലെ അള്ളാഹുവിന് ഇല്ലാത്ത നാമങ്ങൾ അവന് ചാർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ നാമങ്ങളുടെ അർത്ഥം വികൃതമാക്കുന്ന രൂപത്തിൽ പ്രയോഗിക്കുക, അനിസ്ലാമിക സങ്കല്പങ്ങളുമായി അള്ളാഹുവിനെ സമീകരിക്കുക തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നാലാമതായി മനസ്സിലാക്കേണ്ടത് പ്രാദേശിക ഭാഷയിലെ പദങ്ങൾ ഇസ്ലാമിക വിലയിരുത്തൽ. ഒന്ന് ഇവിടെ സൂചിപ്പിച്ചോ എന്നറിയില്ല, ഹിരണ്യഗർഭൻ എന്നുള്ളത് അത് വേദിക ദൈവ സങ്കല്പം ആയതുകൊണ്ട് ആ സൃഷ്ടാവ് എന്ന പ്രത്യേകമായ ദാർശനികമായ ആ ഒരു ആശയങ്ങൾക്ക് അത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും. എന്നാൽ അത്തരം പദങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ള ഒരു സമൂഹത്തിനിടയിൽ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രത്യേകമായി തെറ്റുള്ള കാര്യമല്ല എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വിധി എന്താണ്? ശിർക്ക് കലർന്ന ഇൽഹാദ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തമ്പുരാൻ ഭാഷാപരമായി അധികാരി, പ്രഭു എന്നൊക്കെയാണ്. മതപരമായി മനുഷ്യർക്കും അതുപോലെ തന്നെ ദേവന്മാർക്കും ഉപയോഗിക്കപ്പെട്ട പദം. അതിലും നമ്മൾ ഒരു സൂക്ഷ്മത എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് നാമം ഒപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ എന്നൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് നാഥൻ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അന്തിമമായ ആശ്രയദാതാവ് എന്നാണ് മലയാളത്തിൽ. ഈ അർത്ഥം പരിപൂർണമായി അള്ളാഹുവിന് മാത്രം യോജിച്ചതാണ്. അപ്പം അവിടെയും നമ്മൾ പരമാധികാരത്തിൽ അള്ളാഹുവിന് സർവശക്തനായ നാഥൻ എന്നൊക്കെ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിങ്ങൾ മാത്രമുള്ള സദസ്സുകളിലോ വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രതിവാര കൂട്ടായ്മയായ ജുമുഅയിലോ ഒക്കെ അള്ളാഹു എന്നുള്ള പദം പ്രയോഗിക്കുന്നത് തന്നെയാണ് കൂടുതൽ ഏറ്റവും അനുചിതം എന്ന് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ തെറ്റിലേക്ക് അഥവാ വികൃതമാക്കാൻ സാധ്യതയുള്ള രൂപത്തിലുള്ള പ്രയോഗങ്ങളെ നമ്മൾ ബോധപൂർവം ഉപയോഗിക്കാതിരിക്കുക. ഒരാൾ അജ്ഞത മൂലമാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെങ്കിൽ അയാളുടെ മേൽ തക്ഫീർ നടത്തുക എന്നുള്ളത്, കുഫ്ർ വാദം ഉന്നയിക്കുക എന്നുള്ളത് ഇസ്ലാമിനൊരിക്കലും യോജിക്കാത്ത സംഗതികളാണ് എന്നുള്ളതാണ് ഈ സമയ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു അറിയിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. സമയം വളരെ പരിമിതമാണ്. ശുക്രാൻ. അപ്പോൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഭാഷാർത്ഥത്തിൽ അതിനെ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി മൊഴി മാറ്റുന്നതിൽ തെറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജാമ്യ നദിവയിൽ നടന്ന പ്രോഗ്രാമിൽ സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഷെയ്ഖ് 2 ദിവസം നമുക്കിവിടെ ദർസ് നടത്തിയാലും ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. മലയാളത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും മൊഴിമാറ്റം ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞത് ആ അർത്ഥത്തിൽ മറ്റു ഭാഷകളിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ആ അർത്ഥത്തിലാണ് നമ്മൾ പടച്ച തമ്പുരാൻ എന്നുള്ള പ്രയോഗവും നാഥ എന്നുള്ള പ്രയോഗങ്ങളും രക്ഷിതാവ് എന്നൊക്കെ വിളിക്കുന്നത്. പൊതുസമൂഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അള്ളാഹു എന്നോ റഹ്മാൻ എന്നോ റഹീം എന്നോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ
ഇങ്ങനെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ നേർക്കുനേരെ അർത്ഥം പറയാമെന്നും, എന്നാൽ നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചത് പള്ളികളിൽ നമ്മൾ മാത്രമുള്ള സദസ്സുകളിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അവൻ്റെ നാമങ്ങളെ അവനല്ലാതെ ചാർത്തി കൊടുക്കലും അവൻ്റെ നാമങ്ങളുടെ അർത്ഥതലങ്ങളെ വ്യാഖ്യാനിച്ച് അതിൻ്റേതല്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോകലും ആണ് ആ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടത് ഇൽഹാദ് എന്ന് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞു. എന്നാൽ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രയോഗിക്കുന്ന ചില പദങ്ങൾ, ഇവിടെ പറഞ്ഞ പോലെ ഹിരണ്യഗർഭൻ പോലെയുള്ള പദങ്ങൾ അന്യമത ദൈവങ്ങളെ നേർക്കുനേരെ ഉദ്ദേശിക്കുന്നതാണ് എന്ന് മനസ്സിലാകുമ്പോൾ അത് ഉപയോഗിച്ചാൽ അർത്ഥം ശരിയാണെങ്കിലും അത് അന്യമത ദൈവങ്ങളെ ഉദ്ദേശിക്കുന്നതായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതും ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞതിൻ്റെ ചുരുക്കം. ജഗന്നിയന്താവ് പോലെയുള്ള പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ അല്ലാതെ മറ്റു ഈ രൂപത്തിലേക്ക് അപകടം വിളിച്ചു വരുത്തുന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കുകയും മറ്റും ചെയ്യണമെന്നാണ്. വ്യക്തമാണ്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. വളരെ ഭംഗിയായി അത് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തത്, കേരളത്തിൽ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആളല്ല എം എം അക്ബർ സാഹിബ് എന്നുള്ളത്. എം എം അക്ബർ സാഹിബിൻ്റെ ദഅവത്ത് നമുക്കറിയാം. എം എം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരം മതപ്രബോധന രംഗത്ത് വളരെ സജീവമായി നിലകൊള്ളുകയും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും അതിൻ്റെ വചനങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എക്കാലഘട്ടങ്ങളിലും നിലനിൽക്കേണ്ടതാണ്. ഇക്കാലഘട്ടങ്ങളിലും അത് നിലനിൽക്കും. വൈജ്ഞാനിക ലോകത്ത് വിശുദ്ധ ഖുർആനിൻ്റെ വൈജ്ഞാനിക സംഭാവനകൾ എന്ന അർത്ഥത്തിൽ ഖുർആനിൻ്റെ ശാസ്ത്രീയമായി ലോകം പിന്നീട് കണ്ടെത്തിയതും എന്നാൽ ഖുർആൻ കാലയെ കൂട്ടി പ്രവചിച്ചതുമായ വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയ സത്യങ്ങൾ പലപ്പോഴും അവരുടെ ദഅവാ രംഗത്തൊക്കെ പലപ്പോഴും അവർ പറയാറുണ്ട്. ഇങ്ങനെ നമുക്കറിയാം, അവസാനമായി മലപ്പുറത്ത് വെച്ച് നടന്ന സംവാദം, കേരളത്തിൽ ഇതുപോലെ മുസ്ലിം ഉമ്മത്തെ ഏറ്റെടുത്തൊരു സംവാദം നടന്നിട്ടുണ്ടാവില്ല. എല്ലാവരും വളരെ സജീവമായി അക്ബർ സാഹിബിൻ്റെ ആ സംവാദത്തെ കാണുകയും പുകഴ്ത്തുകയും അദ്ദേഹം ആ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി സമുദ്രത്തിലെ ആഴങ്ങളിലെ ഇരുട്ടിനെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ അത് വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും ഇവിടുത്തെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്ത സംവാദങ്ങൾ. ഞാനിത് ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ മനഹജിനെതിരായിരുന്നു എന്നാണ്. ഇതൊക്കെ സലഫിയത്തിനെതിരാണ്. പിഴച്ചുപോയി. കാരണം ഖുർആനിക ആയത്തുകളെ ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ഈ രൂപത്തിൽ ദഅവത്ത് നടത്തുകയും ചെയ്യുന്നത് ദീനിന് അന്യമാണ്, സലഫിയത്തിന് യോജിച്ചതല്ല. ഇതൊരു പക്ഷേ നേതാക്കന്മാർ പറയണമെന്നില്ല. നേതാക്കന്മാരിൽ നിന്ന് ദീന് പഠിച്ചു വരുന്ന കുട്ടികൾ പറയുന്നത് ഇതൊക്കെയാണ്. പലപ്പോഴും നേർക്കുനേരെ നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങളാണ് അവരുടെ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മുരീദന്മാരായി പുറത്തു വരുന്ന ആളുകളിൽ നിന്ന് കേൾക്കുന്നത്. ഇത് മനഹജിന് യോജിച്ചതല്ല, ഇത്തരം ദഅവത്തുകൾ നടത്തരുത് എന്നുള്ളതാണ് പലപ്പോഴും ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ വിഷയത്തിൽ എന്താണ് ആ വിഷയത്തിൽ സലഫി മനഹജിൻ്റെ നിലപാട്, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നിലപാട് എന്നുള്ളത് അബ്ദുൽ വഹാബ് സലാഹി വയലാർ നിങ്ങളോട് ആ വിഷയം പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ശാസ്ത്രീയമായി അല്ലെങ്കിൽ ഹദീസുകളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുന്നത് സലഫി മനഹജിനെതിരാണ്. ഈ ഒരു ചോദ്യം 2002 മുതൽ 10 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ സജീവമായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് പിന്നെയും ഇത് ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല. ഖുർആൻ കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഖുർആൻ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്, ശാസ്ത്രീയ ഗ്രന്ഥമല്ല. എന്നിരുന്നാലും വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അഥവാ 7-ാം നൂറ്റാണ്ടിൽ മാനവ സമൂഹത്തെ പരിചയപ്പെടുത്തിയ പല കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വിശ്വാസിയുടെ നിലപാട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും വിശുദ്ധ ഖുർആൻ ഒരു കാര്യം സൂചിപ്പിച്ചാൽ അതങ്ങനെ സ്വീകരിക്കണമെന്നതാണ് നമ്മുടെ എല്ലാവരുടെയും നിലപാട്. ഇപ്പോൾ പരലോകം എന്നത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന സംഗതിയല്ല.
മീസാനും സിറാത്തും ഖബർ ജീവിതവും ഒന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി സലഫി മനഹജിൻ്റെ ആ വിഷയത്തിലുള്ള വീക്ഷണം എന്ത് എന്ന് ചോദിച്ചാൽ, ആധുനിക ലോകത്ത് ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് തഫ്സീറുൽ ഖുർആൻ ബിൽ ഹഖായിഖിൽ ഇൽമിയ്യത്തിൽ ഖത്ഇയ്യത്തി ലാ ബഅസ ബിഹി ഇദാ കാന ലഫ്ളു യഹ്തമിലുഹു. അതായത് കൃത്യമായി വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങളോട് യോജിച്ചു വരുന്ന ശാസ്ത്രീയ കാര്യങ്ങളെ പറയുന്നതിൽ പ്രശ്നങ്ങളില്ല. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ജനനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കേവലം നിസ്സാരമായ ബീജത്തുള്ളിയെ അതിനെ പല ഘട്ടങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് എംബ്രിയോളജി സത്യമായി തന്നെ നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. അതിൽ മാറ്റമില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ഖണ്ഡിതമായ വിഷയങ്ങൾ ആ അടിസ്ഥാനത്തിൽ, അത് ശാസ്ത്രം പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തില്ല, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ പറയുന്നതിൽ തെറ്റില്ല. അമ്മാ തഫ്സീറുഹു ബിന്നളിരിയാത്തി ലത്തി തതബദ്ദലു വതതഗയ്യറു ഫലാ യജൂസ്. എന്നാൽ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറുന്ന പല വിഷയങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ സുന്നത്ത് കർമ്മത്തെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ സുന്നത്ത് കർമ്മം ശാസ്ത്രീയമായി തെറ്റാണെന്ന് പറഞ്ഞാൽ സുന്നത്ത് കർമ്മം ഇസ്ലാം പഠിപ്പിച്ചത് തെറ്റാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് പല കാര്യങ്ങളും മാറ്റം വരുത്തലുകൾ വരാറുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പറയരുത്. നമ്മൾ സുന്നത്ത് കർമ്മത്തെ ഖിത്വാൻ നമ്മൾ വിശദീകരിക്കുന്നത് മിൻ ഫിത്രത്തിൽ അംബിയ, ഈ അംബിയാക്കന്മാരുടെ ഫിത്രത്തിൽപ്പെട്ടതാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 7-ാം നാൾ പരിച്ഛേദനം ഏറ്റു എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് പരിച്ഛേദനമേറ്റെന്ന് പറയുന്നത്. ഇതൊക്കെ അമ്പിയാക്കന്മാരുടെ പരമ്പരയിൽ നമ്മൾ ചെയ്തു വരുന്നതാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിന് ശാസ്ത്രീയമായ വശങ്ങളൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അതിനെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ട ബാധ്യത നമുക്കില്ല. അപ്പൊ അത്തരത്തിലും ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വിഷയങ്ങളിൽ ശാസ്ത്രത്തെ കൂട്ടി കുഴക്കുന്നത് ഫലാ യജൂസ്, അനുവദനീയമല്ല. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ആധുനിക ലോകത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയും, പിന്നെ ഖുർആനായത്ത് പറയും. അപ്പൊ ശാസ്ത്രത്തിലേക്ക് ഖുർആനിനെ കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല. فجعل القرآن تابعا لنظريات العلم البشري فيه خطورة كبيرة على العقيدة. അങ്ങനെ ശാസ്ത്രത്തിലേക്ക് ഖുർആനിനെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടുന്നതിൽ ഖുതൂറത്തുൻ കബീറത്തുൻ അലൽ അഖീദ, വിശ്വാസപരമായി വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ശാസ്ത്രത്തിലേക്ക് ഖുർആനിനെ കൊണ്ടുപോകണ്ട, ഖുർആൻ അവിടെ വെക്കുക. ഖുർആൻ പറഞ്ഞ കാര്യങ്ങളോട് ശാസ്ത്രം യോജിക്കുന്നുണ്ട് എന്ന് ഖണ്ഡിതമായി തെളിയിക്കപ്പെട്ടത് പറയാം. ഇതാണ് ഈ വിഷയത്തിൽ സലഫി ആലിമീങ്ങൾ എടുക്കുന്ന നിലപാട്. പിന്നെ അതിനിടക്ക് നമ്മൾ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ടൊരു ചർച്ച സൂചിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഈ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകൾ മനസ്സിലാക്കാത്തവരാണ്. വാഴക്കാട് ഖണ്ഡനം, ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വാഴക്കാട് ഖണ്ഡനത്തിൻ്റെ നല്ലൊരു ഭാഗവും അസ്മാ സിഫാത്ത് വിഷയമായിരുന്നു. അതൊക്കെ ഒന്ന് കേട്ടിട്ട് വേണം മുജാഹിദുകൾ, അത് പബ്ലിക്കിൽ ജനങ്ങളോട് വജുഹുല്ല യദുല്ല എന്നൊക്കെ പറയുമ്പോൾ മുജാഹിദിൻ്റെ അള്ളക്ക് മുഖമുള്ള അല്ല, കാലുള്ള അല്ല, കൈയുള്ള അല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചതിന് കൃത്യമായി മറുപടി കൊടുത്തൊരു പ്രസ്ഥാനത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവർ അസ്മാ സിഫാത്തൊന്നും പഠിപ്പിക്കുന്നില്ലെന്ന് പറയാൻ മാത്രം ഇവരുടെ ബുദ്ധി താഴ്ന്നു പോയോ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലകളുടെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിക്കൽ ഈ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് താഴത്തേക്ക് നോക്കി ഇവരൊക്കെ മോശമാണെന്ന് പറയാനും അവരുടെ മുഖത്ത് തുപ്പാനും എളുപ്പമാണ്. പൂജ്യത്തിൽ നിന്ന് കെട്ടിപ്പടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാനാണ് അത് പ്രയാസം എന്നൊരു ബോധവും തിരിച്ചറിവും ഈ ചിന്താഗതിയൊക്കെ മനസ്സിലേക്ക് വരുന്നവർ ഒരിക്കലെങ്കിലും ചിന്തിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രാൻ. ഇവിടെ വളരെ വ്യക്തമായ വിഷയത്തെ പരാമർശിച്ചു. പറഞ്ഞതിൻ്റെ ചുരുക്കം, വിശുദ്ധ ഖുർആൻ നമ്മൾ വിശ്വസിക്കുന്നത് ശാസ്ത്രം അംഗീകരിക്കുന്നത് കൊണ്ടല്ല, ഖുർആൻ അള്ളാഹിൻ്റെ കലാമായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കലാം പറഞ്ഞ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം. ശാസ്ത്രം മാറി മറിയാം. അങ്ങനെ ഏതെങ്കിലും മാറി മറിയുന്ന കേവല
പഠന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിൻ്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കരുത്. സ്ഥാപിതമായി ആളുകൾക്ക് വ്യക്തമാകുന്ന വിഷയങ്ങളെ, ഖുർആൻ പറഞ്ഞതാണ് ആ വിഷയത്തിലെ ശരി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത്തരം വിഷയങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പറഞ്ഞ ആ സത്യങ്ങളെ ഈ ശാസ്ത്രം ബലപ്പെടുത്തുമ്പോൾ അതിനെ എടുത്തു കാണിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പരാമർശിച്ചതിൻ്റെ ചുരുക്കം. ആ വിഷയം വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം, ഇപ്പം റമദാൻ വരികയാണ്. റമദാൻ വരുമ്പോൾ, അതേപോലെ തന്നെ വലിയ പെരുന്നാൾ വരുമ്പോൾ, ചെറിയ പെരുന്നാൾ വരുമ്പോൾ, അപ്പോൾ കേരളത്തിൽ സജീവമാകുന്ന, സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന വിഷയമാണ് ഹിലാല്, മാസപ്പിറവി കാണണം, കണക്ക് മതിയോ, മുഴുവൻ മാസങ്ങളും കാണണോ, അതല്ല ഈ പറയപ്പെടുന്ന ദിവസങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളുള്ള ചർച്ച. ഇഖ്തിലാഫുൽ മത്താലി, ഇവിടെ കണ്ടാൽ പോരെ, എല്ലായിടത്തും കാണണമെന്നുണ്ടോ, ഏതെങ്കിലും ഒരു വിഷയത്തെ ഏതെങ്കിലും ഒരു മാസപ്പിറവിയെ അടിസ്ഥാനപ്പെടുത്തിയാൽ പോരെ, ഇങ്ങനെ നിരന്തരമായ ചർച്ചകൾ നമ്മൾ സജീവമായി കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ട് ചില ആളുകൾ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം വീഴ്ചത്തിൽ പിഴച്ചുപോയി. മുജാഹിദ് പ്രസ്ഥാനം മാസപ്പിറവിയുടെ വിഷയത്തിൽ ആധുനികമായ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി ആ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രവാചകൻ്റെ വചനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അതിൽ നിന്ന് തെന്നിമാറിപ്പോയി എന്ന രൂപത്തിലുള്ള ചില ജൽപ്പനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. എന്താണ് ആ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്? മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകൻ്റെ വചനങ്ങളെ ആ വിഷയത്തിൽ അവഗണിച്ചിട്ടുണ്ടോ, അതല്ല പ്രവാചകൻ്റെ വചനങ്ങളാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനം വിശദീകരിക്കുന്നത് അബ്ദുൽ ബാരി ബുസ്താനി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മാസപ്പിറവി എത്ര വിശദീകരിച്ചാലും തീരാത്ത ഒരു പ്രശ്നമായി എല്ലാ വർഷവും ഇങ്ങനെ റമദാൻ വരുമ്പോൾ, പെരുന്നാൾ വരുമ്പോൾ, ഹജ്ജ് വരുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് കാലചക്രത്തിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചർച്ച ചെയ്യുന്നത് സലഫിയത്താണ്. സലഫിയത്തിൻ്റെ ഏറ്റവും വലിയ അസ്ല് വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ സുന്നത്തും പിൻപറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അസ്ല് തന്നെ. മതത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിലൂടെ പലപ്പോഴായി പറയപ്പെടുകയും നമ്മൾ തന്നെ ഹൃദയസ്ഥമാക്കുകയും ചെയ്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിലൊരു കാര്യം ഖുർആന് കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊന്നിനും ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ടാണ് ഹസറിൻ്റെ ഇന്നമാ വെച്ചുകൊണ്ട് ഖുർആൻ ആ കാര്യം പറഞ്ഞു. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ അവർക്കിടയിലുള്ള ഒരു വിഷയത്തിൽ ഹുക്മു പറയാൻ സമിഅനാ വഅതഅനാ, അല്ലാഹ് പറഞ്ഞത് ഞങ്ങൾ കേൾക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അങ്ങനെ വഹയിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഖണ്ഡിതമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ആ കണിശതയോടുകൂടെ തന്നെ നമ്മൾ നിലനിർത്തണം. എന്നാൽ അങ്ങനെ വഹയി വരാത്ത വിഷയങ്ങളിൽ ഇന്നതേ പാടൂ എന്ന കണിശത ഒരിക്കലും നമുക്ക് പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഖുതുബ നിർവഹിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കി, നിങ്ങൾ ഹജ്ജ് ചെയ്യണം അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, നബിയെ എല്ലാ കൊല്ലവും ഹജ്ജ് ഉണ്ടോ? അപ്പൊ റസൂൽ കുറച്ചേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. അയാൾ പിന്നെയും ചോദിക്കുന്നത്, അങ്ങനെ ഏകദേശം 3 തവണ അയാൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാ കൊല്ലം ഉണ്ടോ, എല്ലാ കൊല്ലം ഉണ്ടോ, എല്ലാ കൊല്ലം ഉണ്ടോ? റസൂൽ അയാളോട് പറഞ്ഞു, ഞാനെങ്ങാനും നഅം അതെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ
അത് നിങ്ങൾക്കില്ല വജബത്ത്, അത് നിങ്ങൾക്ക് വാജിബാകും. എല്ലാ കൊല്ലും ശേഷിയുള്ളവൻ, സമ്പത്തുള്ളവൻ, ശാരീരിക ക്ഷമത ഉള്ളവൻ, യാത്ര വഴി എളുപ്പമാകാൻ കൊല്ലം കൊല്ലം പോയി ഹജ്ജ് ചെയ്യേണ്ടി വന്നേനെ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ദറൂനി മാ തറക്തും, ഞാൻ വിട്ട കാര്യങ്ങൾ നിങ്ങൾ വിട്. കണിശമായി പറയേണ്ട കാര്യങ്ങളെ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും വ്യക്തമായി പറയും, അത് അതുപോലെ ചെയ്യാം. അല്ലാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താനുള്ള പ്രായോഗികതയ്ക്ക്, സൗകര്യങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക്, മനുഷ്യന്റെ ജീവിതത്തിന് സൗകര്യത്തിനും സുഖത്തിനും സംവിധാനത്തിനും വേണ്ടി അള്ളാഹു ഇളവ് തന്ന കാര്യമാണ്, എളുപ്പമാക്കിയ കാര്യമാണ്. അതിനെയും എന്ത് ചെയ്യരുത്, മറ്റുള്ളതിനെ പോലെ കണിശതയും കുടുസതയും നിർബന്ധ ബുദ്ധിയും വാശിയും പിടിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, മാസപ്പിറയുടെ വിഷയത്തിൽ വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനങ്ങളുണ്ട്. സുമൂ ലിറുയതിഹി, നിങ്ങൾ ഹിലാലിന്റെ ആ മാസപ്പിറവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പ് പിടിക്കണം. വഅഫ്തിറു ലിറുയതിഹി, നിങ്ങൾ ആ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് നിങ്ങൾ മുറിക്കണം, അഥവാ പെരുന്നാൾ ആഘോഷിക്കണം. ഇനി അതല്ല, നിശ്ചയിക്കപ്പെട്ട സമയം അന്തരീക്ഷത്തിൽ ആകാശത്ത് മേഘാവൃതമായി ആ ഹിലാൽ നിങ്ങൾക്ക് മറക്കപ്പെട്ടാൽ, അവിടെ ഇല്ലെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് മറക്കപ്പെട്ടാൽ, മേഘാവൃതമായാൽ, അവ്യക്തമായാൽ നിങ്ങൾ ചെയ്യേണ്ടത് 30 പൂർത്തീകരിക്കുക. എത്ര വ്യക്തമായിട്ടാണ് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്നദ് അഹമ്മദിൽ, ഇമാം നസായിലൊക്കെ സുനലൊക്കെ കാണാം, വൻസുകൂലഹ, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന റിവായത്താണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിലും നിങ്ങൾ മാസപ്പിറവി നോക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു. കണിശമായി തന്നെ ആ കാര്യം പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണാം, ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ, ഹിലാൽ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് പിടിക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗ, അത് കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കരുത്. ഇങ്ങനെ വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കപ്പെട്ട വിഷയം സിമ്പിളാണ്. റമളാനിന്റെ നോമ്പ് പിടിക്കുമ്പോൾ ശഅബാന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ ശവ്വാൽ നമ്മുടെ പെരുന്നാളിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ വിഷയത്തിൽ കണിശമായി പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോ ഈ പറഞ്ഞ പോലെ കുറ്റം പറഞ്ഞ് തർക്കമുണ്ടാക്കി ആക്ഷേപം പറഞ്ഞ് അവസാനം ഇപ്പോ റമളാനിന്റെ നോമ്പിനും അതേപോലെ തന്നെ ശവ്വാലിലെ പെരുന്നാളിനും അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലൊക്കെ കലണ്ടർ നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം എന്നാണ് നദുവത്തുൽ മുജാഹിദീൻ, അതല്ലെങ്കിൽ ജംഇയ്യത്തുൽ ഉലമ, അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റി പറയുന്നത് എന്ന തരത്തിൽ അനാവശ്യമായി ചർച്ച ഉണ്ടാക്കുകയാണ്. എന്താണ് ചർച്ചയെന്നോ എന്താണ് ഇതിന്റെ മർമ്മമെന്നോ എന്നറിയാത്ത ആളുകളല്ല. എന്നിട്ട് ഇത്തരം ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആൻ അൽ അഹില്ല എന്ന് പറഞ്ഞ എല്ലാ മാസങ്ങളിലെയും മാസപ്പിറവെടുത്തിട്ട് ശഅബാനിന്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ, നമുക്കറിയാം ഈ കലണ്ടറോ ഈ സംവിധാനങ്ങളോ ഒന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അന്ന് ഈ മാസപ്പിറവി നോക്കൽ തന്നെയുള്ളൂ. അന്ന് ആ സംവിധാനം മാത്രമേ ഉള്ളൂ. ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇങ്ങനെ വിമർശിക്കാനാണെങ്കിൽ തിരിച്ചു ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ കാലത്ത് നിസ്കരിച്ചിരുന്നത് അതേപോലെ തന്നെ ബാങ്ക് കൊടുത്തിരുന്നത്, നിസ്കാരത്തിന്റെ സമയമായി എന്നറിയാൻ ബാങ്ക് കൊടുക്കാനൊക്കെ നിഴല് നോക്കിയിട്ടാണ്. അതേപോലെ തന്നെ സൂര്യന്റെ കിരണങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരുന്നത്. ഈ ആൾക്കാരെന്താ നിസ്കാരത്തിന്റെ ബാങ്കിന്റെ നേരത്തെ എന്താ ഈ നിഴല് നോക്കാൻ പോവാത്തെന്താ? സൂര്യന്റെ കിരണം നോക്കാത്തെന്താ? അസറിന്റെ നേരായ എൻ്റെ നിഴല് എൻ്റെ അത്ര ആയിട്ടെങ്കിലും നിസ്കരിച്ചോ എന്ന് പറഞ്ഞ് നിഴല് നോക്കാൻ പോക്കുണ്ടോ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായി പറയപ്പെട്ട കാര്യത്തിൽ അത് അതുപോലെ തന്നെ ഒരു വീഴ്ചയില്ലാതെ അത് തന്നെ നിലപാട്. മാസപ്പിറവി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ കാഴ്ച തന്നെയാണ് പ്രധാനം. അങ്ങനെ കണിശത പറയപ്പെടാത്ത വിഷയത്തിൽ മനുഷ്യരുടെ സൗകര്യത്തിന് പ്രായോഗികതയ്ക്ക് കലണ്ടർ പോലെയുള്ള സംവിധാനങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. അതിൽ തെറ്റില്ല, അത് ആക്ഷേപിക്കാൻ നിർവാഹവുമില്ല, അത് കുറ്റകരവുമല്ല എന്ന് തന്നെയാണ് ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കാനും പഠിപ്പിക്കാനുള്ളത്. വിജയ പ്രസ്ഥാനം ഇത്രേ പറഞ്ഞുള്ളൂ.
മുസ്ലിം സമൂഹത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായി ധാരണയില്ലാത്ത കാലഘട്ടത്തിലാണ് ഹിലാൽ കമ്മിറ്റി എന്ന ഒരു സംവിധാനം രൂപപ്പെട്ടത്. ആ ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനങ്ങളെയാണ് മുസ്ലിം ഉമ്മത്ത് ഒരുപോലെ ആശ്രയിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഇഷ്ടമില്ല, തച്ച് തൊട്ടതൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞ പോലെ സലഫിയത്ത് നിന്ന് ഔട്ടാക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഓരോരുത്തരുടേതായ അവകാശങ്ങളുമായിട്ട് തർക്കങ്ങളുമായി ഓരോ കൊല്ലം പുതുതായിട്ടുണ്ടാക്കുക. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ആ വിഷയത്തിൽ. അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകന്റെ സുന്നത്തും എന്താ പഠിപ്പിച്ചത്, അതുപോലെ അതിൽ തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനവും അതിൻ്റെ നിലപാടുകളും. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുക്രാൻ. വിഷയം വളരെ സ്പഷ്ടമായി ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഹിലാലുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് വിശുദ്ധ പ്രവാചകൻ്റെ വചനങ്ങളുടെ നിലപാടാണ്. സൂമു ലി റുയതിഹി വ അഫ്തിറു ലി റുയതിഹി. ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. ലാ തസൂമു ഹത്ത തറു അൽ ഹിലാൽ. കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. ഇതിൽ നിന്ന് വ്യക്തമാണ് ആ കാലഘട്ടത്തിൽ ജൂതന്മാരായ ആളുകളടക്കം കണക്ക് നോക്കിക്കൊണ്ട് മാസം നിർണയിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ കണക്കുകൊണ്ട് ചെയ്യരുതേ, കാണണേ. ഇതാണ് നമ്മുടെ നിലപാട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. മാസം കാണണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത് ആധുനിക ടെക്നോളജിയോട് നമ്മൾ പിന്തിരിപ്പന്മാരായതുകൊണ്ടല്ല, അള്ളാൻ്റെ ദീനിനേക്കാൾ ഒന്നും വലുതല്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് പ്രസ്ഥാനം ആ വിഷയത്തിൽ സ്വീകരിച്ചത്. ഇത്തരം നോമ്പ് പോലെയുള്ള വിഷയങ്ങളിൽ, പെരുന്നാൾ പോലെയുള്ള വിഷയങ്ങളിൽ പ്രവാചകൻ പ്രത്യേകം നോക്കാൻ കൽപ്പിച്ചെടുത്ത് നമ്മൾ നോക്കും. അല്ലാത്തിടത്ത് ഈ ടെക്നോളജിയെ, ഈ സംവിധാനങ്ങളെ, കണക്കിനെ നമ്മൾ അവലംബിക്കും. അത് പ്രവാചകൻ്റെ സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയാണ് എന്ന വിഷയം ഇവിടെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് കുറച്ചും കൂടി ഒരു വൈകാരികമായ വിഷയമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വലാഉം ബറാഉം അറിയില്ല. ആരോടൊക്കെ ബന്ധം ചേർക്കണം, ആരോടൊക്കെ ബന്ധം മുറിക്കണം എന്നുള്ളത് മുജാഹിദുകൾക്ക് അതിലൊരു ലക്കും ലഗാനുമില്ല. അവിശ്വാസികളോട് മുജാഹിദുകൾ, ഇവിടുത്തെ സലഫികൾ കാണിക്കുന്ന അടുപ്പം, പിന്നെ അതോടൊപ്പം തന്നെ അവരോട് കാണിക്കേണ്ട വിഷയത്തിൽ ബറാഅ് കാണിക്കാതെ, അകന്നു നിൽക്കാതെ അവരോട് കൂട്ടുകൂടുക. അവിശ്വാസികളോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം, ഇത് കേരളത്തിലെ മുജാഹിദുകൾ വലാഉം ബറാഉം പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയുടെ സംസാരമാണ് പറയുന്നത്. ഈ വിഷയങ്ങൾ ഇത്രയും അപകടകരമായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരമാണ്. പ്രഗത്ഭനായ, കേരളത്തിൽ പേര് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന ഒരു പണ്ഡിതൻ്റെ വാക്കാണ്. വീട്ടിൽ നിന്ന് ഒരാൾ അയൽവാസിയായ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പോകുന്നു 2-3 ദിവസം. നമ്മുടെയൊക്കെ സംസ്കാരം എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടിൻ്റെ ചാവി അയൽവാസിയെ ഏൽപ്പിക്കും. അയൽവാസി ഇടത്തെ ഭാഗത്ത് അവിശ്വാസിയായ മാന്യനായ ഒരു വ്യക്തിയാണ്. വലത്തെ ഭാഗത്തുള്ള അയൽവാസി മുസ്ലിമാണ്, കുടിയനാണ്, അലംബനാണ്. ആരെ ചാവി ഏൽപ്പിക്കണം? ഈ കുടിയനായ അലംബനായ മുസ്ലിമിനെ ഏൽപ്പിച്ചാലും ശരി, മാന്യനായ അവിശ്വാസിയെ ഏൽപ്പിക്കരുത് എന്ന് വരെ പറഞ്ഞ് അന്തിച്ചർച്ച നടത്തി തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആളുകളെ, അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഇത്തരം അപകടകരമായ വാദം വലാഅ് ബറാഇൻ്റെ പേര് പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ച് ഇട്ടുകൊടുക്കുന്ന സാഹചര്യത്തിന് കേരളം സാക്ഷിയായി. മുജാഹിദുകൾ ആ വിഷയത്തിൽ കേരള സമൂഹത്തെ വലാഉം ബറാഉം പഠിപ്പിച്ചിട്ടില്ലേ? അതൊരു പുതിയ വിജ്ഞാനമാണോ? ഇത്തരം അഹിമാർ എന്ന് പറയപ്പെടുന്ന, ഈ ഉഖ്തുമാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ വന്നിട്ട് പഠിപ്പിച്ച് തരാൻ മാത്രം നമ്മൾ അവിവേകത്തിലായിരുന്നോ, വിവരമില്ലായ്മയിലായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ബഹുമാനനായ ഉമർ തിരുവാലി മറുപടി പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അൽ വലാഉ വൽ ബറാഉ പൊതുവിൽ സാധാരണക്കാരായ ആളുകൾക്ക് കൃത്യമായി ഒരു അവബോധമില്ലാത്ത ഒരു വിഷയമാണ്. ആദ്യമായി അതിൻ്റെ ഒരു പദാനുപദ തർജ്ജമ ഒന്ന് സാധാരണക്കാർക്ക് വേണ്ടി അറിയിക്കുകയാണ്. വലാ എന്ന് പറഞ്ഞാൽ അടുപ്പം, പിന്തുണ, സ്നേഹബന്ധം, വിശ്വസ്തത എന്നൊക്കെയാണ്.
ബറാ എന്ന് പറഞ്ഞാൽ ഒഴിവാകൽ, വിട്ടുനിൽക്കൽ, നിരാകരണം, വേർതിരിവ് തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഏതായാലും സമയപരിമിതി കാരണം ഈ വലാ ബറാ എന്ന ഒരു വിഷയം ഒരു ബഹുമത സാംസ്കാരിക സദസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ഉയരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അതിന് വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ വളരെ സന്തുലിതമായ രൂപത്തിലുള്ള അതിനുള്ള മറുപടിയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായി ചോദ്യം, വലാ ബറാ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മറ്റു മതസ്ഥരോട് വൈരം പുലർത്താൻ പ്രേരിപ്പിക്കുന്നില്ലേ എന്നാണ്. അതിനുള്ള മറുപടി തീർച്ചയായും അല്ല എന്നുള്ളതാണ്. വലാ ബറാ എന്നുള്ളത് ആളുകളോടുള്ള വെറുപ്പല്ല, മറിച്ച് വിശ്വാസത്തോടുള്ള വിശ്വാസം, അതല്ലെങ്കിൽ വിശ്വാസത്തോടുള്ള നീതീകരണം, അതുപോലെ തന്നെ കുഫ്രിനോടുള്ള ആശയപരമായ വിട്ടുനിൽക്കൽ, അകൽച്ച എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുംതഹനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഖുർആൻ ആയത്തുകളും അറബി മൂലവും അർത്ഥം കൂടി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ആയത്ത് നമ്പറും അതിൻ്റെ പരിഭാഷയെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. സൂറത്ത് മുംതഹനയിലെ അഥവാ 60-ാം അധ്യായത്തിലെ 8-ാം സൂക്തം, മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോടും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുവരോടും ആക്കാത്തവരോടും നന്മ ചെയ്യാനും നീതി പുലർത്താനും അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല, വിലക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹികമായ സഹവാസം മറ്റുള്ള വിഭാഗങ്ങളുമായി, മതസ്ഥരുമായി അനുവദനീയമാണ്. അനീതിയും വൈരാഗ്യവും നിരോധിക്കപ്പെട്ടതുമാണ് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ ആശയം പ്രയോഗിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ സൗഹൃദം തകരില്ലേ എന്നുള്ളതാണ്. ഇസ്ലാം അതിൻ്റെ മറുപടി, ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൻ്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് കാണിച്ചു തന്ന ഈ വലാ ബറാ എന്നുള്ളത് തീർച്ചയായും ഒരു സാമൂഹികമായ വേർപാടിനെ കുറിക്കുന്നതല്ല, മറിച്ച് വിശ്വാസികളുടെ അഖീദയിലെ വ്യതിരിക്തതയാണ് അത് വ്യക്തമാക്കുന്നത്. അഥവാ വ്യക്തമായ ആദർശത്തിൻ്റെ തിളക്കത്തോടുകൂടി വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഒന്നാമതായി കാണാൻ സാധിക്കും, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ ഉടനെ യഹൂദരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഐക്യത്തിൽ ഏർപ്പെടുകയും സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവരുമായി കരാറുകൾ ഉണ്ടാക്കി വ്യാപാരത്തിൽ ഏർപ്പെട്ടു, നീതി ദീക്ഷയോടുകൂടി അവരോട് സമീപിച്ചു എന്നാണ് പ്രവാചകന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. ആരെങ്കിലും അന്യായമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിൽ ഞാൻ അവൻ്റെ എതിരാളിയാകും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസം നമ്മയും മറ്റു മതസ്ഥരെയും വേർതിരിക്കുന്നു. അതോടൊപ്പം അവരുമായുള്ള സഹവർത്തിത്വം, പെരുമാറ്റം, സമീപനം അവരെ ബന്ധിപ്പിക്കുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഈ ആശയം തീവ്രവാദികൾ ദുരുപയോഗം ചെയ്യുന്നില്ലേ? തീർച്ചയായും ചെയ്യുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പ്രബോധനത്തിന് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ, പ്രബോധന വീതിയിൽ കല്ലുകളും മുള്ളുകളും വിതറുന്ന രൂപത്തിൽ യഥാർത്ഥത്തിലുള്ള തൗഹീദി പ്രബോധനത്തിന് മുന്നിൽ വിലങ്ങുകൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളക്കരയിൽ തല ഉയർത്തി വന്നിരിക്കുന്നു. അവർക്ക് ഈ കേരളക്കരയിൽ പള്ളികൾ ഉയർന്നു വരുന്നു. നമ്മുടെ അടുത്ത പ്രദേശത്ത് നമ്മുടെ ചെരണയിൽ ഒരു പള്ളി അവരുടേതായി കാണാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള മറുപടി, തീവ്രവാദികൾ ദുരുപയോഗം ചെയ്യുന്നില്ലേ എന്നുള്ളതിന് മറുപടി എന്താണ്? തീവ്രവാദം ഉണ്ടാകുന്നത് ഇവിടെ ബലാ ബറാ കാരണം അല്ല എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക. മറിച്ച് ഈ അല്പജ്ഞാനികളായ ആളുകൾ അഥവാ അജ്ഞതയും അതുപോലെ തന്നെ ഖവാരിജ് ചിന്ത, ഇസ്ലാമിൻ്റെ ഇതിൽ നിന്ന് പുറത്തുപോയ ഖവാരിജ് ചിന്തയുമാണ് അതിന് നിമിത്തമാകുന്നത്, കാരണമാകുന്നത് എന്നുള്ളതാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വലാ ബറാ അത് മനുഷ്യരെ പീഡിപ്പിക്കാനുള്ള ഒരു ആയുധം അല്ല എന്നുള്ളതാണ്.
അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കൂ, വെറുപ്പ് നിങ്ങളെ അനീതിയിലേക്കാണ് നയിക്കുക. സൂറത്ത് മാഇദയിലെ 8-ാമത്തെ വാക്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, വലാ ഉണ്ടെങ്കിൽ സൗഹൃദം ഹറാമാണോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി, മനുഷ്യബന്ധങ്ങൾ അനുവദനീയമാണ്, മാനുഷികമായ ബന്ധങ്ങൾ അനുവദനീയമാണ്. എന്നാൽ അവരോട് അഖീദയിൽ, വിശ്വാസത്തിൽ ഒരിക്കലും പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, പ്രവാചകൻ മാതൃകയായി കാണിച്ചു തന്നതുപോലെ, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന അടിസ്ഥാന തത്വം മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യബന്ധങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. സൂറത്ത് ലുക്മാനിലെ 15-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, അവർ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചാലും ഈ ലോകത്ത് അവരോട് മാന്യമായ പെരുമാറ്റം കാണിക്കുക, മാന്യമായ രൂപത്തിൽ സഹവസിക്കുക എന്നുള്ളതാണ്. ഇനി മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവരോട് ആ ആദരം നിർബന്ധമായും പുലർത്തണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ദീനാണ് ഇസ്ലാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരു ചോദ്യം, രാജ്യത്തെ സ്നേഹിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ വിഭാഗം വോട്ട് ചെയ്യൽ നിഷിദ്ധമാണ്, അതുപോലെ തന്നെ ഭരണകൂടത്തെ സഹായിക്കൽ നിഷിദ്ധമാണ് എന്നൊക്കെയുള്ള വിദണ്ഡമായ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിത്തറിയായിട്ടുള്ള, അവൻ്റെ നൈസർഗികമായ വികാരമാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അവിടെ ആ അഖീദക്കൊരിക്കലും തന്നെ അത് വിരുദ്ധമല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്നാൽ മതവിശ്വാസത്തെക്കാൾ അതിന് മുൻതൂക്കം നൽകരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ മക്കയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ മക്കയെ വിളിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തോടുള്ള സ്നേഹം അത് ശരിയാണ്, അനീതിയെ പിന്തുണക്കുക എന്നുള്ളത് തെറ്റാണ് എന്ന് ഈ വിഷയത്തിൽ മനസ്സിലാക്കുക. മറ്റൊന്ന്, ദുരന്ത സമയങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും മനുഷ്യത്വപരമായ ആ സഹായങ്ങളും സമീപനങ്ങളും വിശ്വാസികൾ എന്ന നിലക്ക് മാതൃകാപരമായി അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. നമുക്കറിയാമല്ലോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതനിൽ നിന്ന് കടം വാങ്ങുകയുണ്ടായി. പ്രവാചകൻ മരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ ഏതാനും ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് വേണ്ടി ആ പണയത്തിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ മരിക്കുന്നത്. മാത്രമല്ല, രോഗിയായ സന്ദർഭത്തിൽ ജൂതബാലനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ച മഹിതമായ മാതൃക മുമ്പിലുണ്ട്. ഖുർആൻ സൂറത്ത് മാഇദയിൽ പഠിപ്പിക്കുന്നത് പോലെ നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് അനുവദനീയമാണ്. അവസാനമായി ഒരു ചോദ്യം, യുവാക്കളെ തീവ്രമാക്കുന്നത് വലാ ബറാ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് പറയാനുള്ളത്, ഈ വലാഇനെയും ബലാഇനെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുസ്ലിം ലോകത്തിന് മുന്നിൽ ആദ്യമായി നമുക്ക് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് എന്നുകൊണ്ട് അതിന് ശരിയായിട്ടുള്ള ആ രൂപത്തിൽ അവതരിക്കാൻ ഇസ്ലാമിക പ്രബോധകർക്കും അതിൻ്റെ വക്താക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. തെറ്റായ അവതരണം അത് തീർച്ചയായും തെറ്റാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വലാ ബറാ എന്നുള്ളത് ഒരു മതിൽ അഥവാ മറ്റു മതവിശ്വാസികൾക്കിടയിൽ ഒരു അസ്പൃശ്യതയുടെ, തൊട്ടുകൂടായ്മയുടെ, സഹവസിക്കാതിരിക്കാനുള്ള ഒരു മതിൽ കെട്ടുവാനുള്ള ആശയം അല്ല. അത് വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുന്നത്തിൽ അധിഷ്ഠിതമായ, അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മഹനീയമായ തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രം സമയ പരിമിതി കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ. വിഷയത്തെ ഭംഗിയായി പറഞ്ഞു. വലാ ബറാ എന്നുള്ളത് കേരള മുസ്ലിങ്ങൾക്ക് അറിവില്ലാത്ത ഒന്നല്ല. മുജാഹിദ് പ്രസ്ഥാനം വളരെ ഭംഗിയായി പഠിപ്പിച്ചതാണ്. വിശ്വാസികൾ അവിശ്വാസികളോടുള്ള സമീപനം രണ്ടാണ്. നമ്മളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുകയും ഈ നാട്ടിൽ നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നമ്മളെപ്പോലെ തന്നെ ആശങ്കപ്പെടുകയും ചെയ്യുന്ന
നമ്മളുമായിക്കൊണ്ട് സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന അവിശ്വാസികളോട് നമ്മളുടെ സമീപനം ഖുർആനും സുന്നത്തും പറഞ്ഞതുപോലെ ബിർറാണ്, നന്മയാണ്, നീതിയാണ്. അവരോട് സഹകരിക്കും, അവരുമായിക്കൊണ്ട് ആ രൂപത്തിലുള്ള സ്നേഹബന്ധങ്ങളും മറ്റും ഉണ്ടാകും. എന്നാൽ അക്രമികളായ ഈ നാടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന, ഇതിൻ്റെ പേരിൽ അന്യായമായ ആളുകളെ തല്ലിക്കൊല്ലുന്ന, അവരുടെ പൗരത്വം എടുത്തു കളയാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദികളോട് അവരോട് സ്നേഹമോ അവരോട് ബഹുമാനമോ ഒരു വിശ്വാസിക്കുണ്ടാവുകയില്ല. അദ്ദേഹം ഇവിടെ സംസാരിച്ചതിൽ ഒരൊറ്റ ഹദീസ് മാത്രം വീണ്ടും കോട്ട് ചെയ്യാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തൂഫിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു പറയാണ്, തൂഫിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദിർഉഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയിൻ ബി30 ഐ ബി30 സ്വാഅം മിൻ ശഈർ. പ്രവാചകൻ മരിക്കുമ്പോൾ ഒറ്റ ഒരു ഹദീസ്, അത് പ്രവാചകൻ നമുക്ക് വേണ്ടി തന്നതാണ്. എന്തിനാണ് പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഒരു യഹൂദീൻ്റെ അടുക്കൽ പോയിട്ട് 30 സ്വാഅ ശഈറിന് വേണ്ടിയിട്ട് അവിടെ പോയി കടം വാങ്ങിയത്? തൻ്റെ പടയങ്കി പണയം വെച്ചിട്ട്. അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു പോലെ, സഅദ് ഇബ്നു അബി വക്കാസിനെ പോലെയുള്ള കുബേരന്മാരുള്ള കോടീശ്വരന്മാരുള്ള മുസ്ലിം ഉമ്മത്തിൽ ഇവർ ആരോടും കടം വാങ്ങാതെ ജൂതൻ്റെ അടുക്കൽ നിന്ന് കടം വാങ്ങി റസൂല് നമുക്ക് പഠിപ്പിച്ചത്, ഞാൻ മരണപ്പെട്ടാലും ഇവിടെയുള്ള അന്യമതസ്ഥരായ ആളുകൾ അവർക്ക് പ്രയാസം ഉണ്ടാവരുത്, അവർ പരിഗണിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് പ്രവാചകൻ്റെ ആ വിശാല മനസ്കതയും പ്രവാചകൻ്റെ മനസ്സിൻ്റെ നന്മയുമാണ്. മരിക്കുന്ന സമയത്ത് പോലും തൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ വീട്ടിൽ പണയത്തിലായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്. അത് മാത്രം മതി ആ വിഷയത്തിൽ നമുക്ക് ഉൾക്കാഴ്ച നൽകാൻ. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന വേദികളുണ്ട്. ആ വേദികളിൽ രാഷ്ട്രീയക്കാർ വരാറുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതാക്കന്മാർ വരാറുണ്ട്. അത് മുസ്ലിം നാമധാരികളായ ആളുകളും മുസ്ലിം വിശ്വാസം ഉൾക്കൊള്ളുന്ന പാർട്ടിക്കാരാണെങ്കിൽ, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവട്ടെ, KM ഷാജി ആവട്ടെ, ഇവിടുത്തെ മറ്റുള്ള ഷാഫി പറമ്പിലെ പോലെയുള്ള ആളുകളാവട്ടെ, അങ്ങനെയുള്ളവർ വരാറുണ്ട്. VD സതീശനെ പോലെയുള്ള, സുധാകരനെ പോലെയുള്ള ഈ ബഹുമാന്യരായ കേരളത്തിലെ ഇത്തരം നമ്മുടെ ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങളുടെ കൂടെ നിലകൊള്ളുന്ന നല്ലവരായ, നമ്മൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാറുണ്ട്. അവർ വരാറുണ്ട്, അവർ നമ്മളോടൊപ്പം സംസാരിക്കാറുണ്ട്, ഒന്നിച്ചിരിക്കാറുണ്ട്. പക്ഷേ ഇത് സലഫിയത്തിനെതിരാണ്. ഇങ്ങനെ രാഷ്ട്രീയക്കാരെ വിളിച്ചു വരുത്തുന്നതും അവർക്ക് വേദി കൊടുക്കുന്നതും സലഫിയത്തിന് യോജിച്ചതല്ല, മനഹജിന് യോജിച്ചതല്ല എന്ന ഒരു പുതിയ കണ്ടുപിടുത്തവുമായിക്കൊണ്ട് ഈ വിഭാഗം രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ആ വിഷയത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് വഹാബ് സലാഹി ഇവിടെ വിശദീകരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രീയ നേതാക്കന്മാർ മുജാഹിദ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് സലഫിയത്തിനെതിരല്ലേ എന്നാണ് ചോദ്യത്തിൻ്റെ ആകെ തുക. സമയം അതിക്രമിച്ചിട്ടുണ്ട്, വളരെ ചുരുക്കി സൂചിപ്പിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ചരിത്രപരമായി 1911 മുതലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിഷ്പക്ഷ സംഘം, ഐക്യ സംഘം, അങ്ങനെയുള്ള ചരിത്രങ്ങളിലൂടെ കടന്നു വന്ന് 2026 ജനുവരി മാസം 25-ാം തീയതി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് വരെയുള്ള ഏകദേശം 110-ലധികം വരുന്ന വർഷങ്ങളുടെ ചരിത്രത്തിൽ ചെറുതും വലുതുമായ വ്യത്യസ്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമ്മേളനങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം, നേരത്തെ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗം കേൾപ്പിക്കുവാനോ അവരുടെ ചിന്താഗതികൾ പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുവാനോ ആയിരുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കിയത് ചരിത്രത്തിൽ ഇന്ന് വരെ കാണാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്ന് ഇതിൻ്റെ നേതൃത്വം ഒരിടത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ മുമ്പിലുള്ള പ്രായമുള്ള സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഇന്ന രാഷ്ട്രീയ നേതാവിന് വോട്ട് ചെയ്യണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ദഅവത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് സലഫി ആലിമീങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ലക്ഷ്യം മറന്നുള്ള ഒരു സമ്മേളനവും മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയുന്നത്, പ്രവാചകന്മാരുടെ മാതൃകയിൽ ദഅവത്ത് നടത്തൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്.
അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ പഠിപ്പിക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമായൊരു സംഗതിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇന്നാളെ ഒരു ഗസ്റ്റായി ക്ഷണിക്കുക, ഇന്നാളെ ഒഴിവാക്കുക, അതിനപ്പുറത്തേക്ക് ബഈദൻ അനിൽ ഹിസ്ബിയത്തി സിയാസിയത്തിൽ മുബ്തദിഅ, അതായത് രാഷ്ട്രീയമായ ചേരിതിരിവുകൾ, ഹിസ്ബിയത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ രാഷ്ട്രീയക്കാർ, വ്യത്യസ്ത വിഭാഗത്തിലെ രാഷ്ട്രീയക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിട്ടേയില്ല. തളീമുൽ അൻഷിതത്തി ദഅവതിയ ബിമാ യൻഫഉ നാസ ജായിസൻ. എങ്ങനെ തളീമുൽ അൻഷിത, പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. എങ്ങനെയുള്ള പ്രോഗ്രാമുകൾ? അദ്ദഅവിയ, ദഅവത്തുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. ബിമാ യൻഫഉ നാസ ജായിസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കൽ ജായിസാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് എന്താ അർത്ഥം? വൽ ഹദഫ് യജിബു അൻ യകൂന തൗഹീദല്ലാഹ്, അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്ത് പഠിപ്പിച്ചു കൊടുക്കണം. കേരളക്കരയിൽ മുജാഹിദ് സമ്മേളനങ്ങളിൽ പറയുന്നത് പോലെ അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്ത് പറയുന്ന ഒരു സമ്മേളനം ഈ പറയപ്പെടുന്ന അഹിമാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമോ? അവർ ഇത്രയും കാലം നടത്തിയ ദർസ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങളിൽ ഗ്രാമങ്ങളിലും വീടുകളിലും ഒക്കെ അത് രാഷ്ട്രീയക്കാർ പങ്കെടുക്കുന്നതാവട്ടെ അല്ലാത്തവരാകട്ടെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ തൗഹീദി പ്രഭാഷണം പോലെ ഒന്ന് ഇവർക്ക് എത്ര കാണിച്ചു തരാൻ പറ്റും? ഇനി മാത്രമല്ല, അതിൽ മറ്റൊരു നിബന്ധന വെക്കുന്നത് ഇന്ന പ്രസ്ഥാനത്തിന് ആളുകളുടെ വലിപ്പം കാണിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം, ആളുകളുടെ വലിപ്പം കാണിക്കുന്ന ഒരു ലക്ഷ്യമാകരുത്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് നടന്ന മഹാസമ്മേളനം, എറണാകുളം, ചങ്ങരംകുളം, അഴിഞ്ഞിലം, കോഴിക്കോട്, കൂരിയാട്, അങ്ങനെ തുടങ്ങി മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ സമ്മേളനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആ ലക്ഷക്കണക്കിന് ആളുകളുടെ പേര് പറഞ്ഞ് ഞങ്ങളിലേക്ക് വരൂ എന്നൊരു വാക്ക് TP അബ്ദുള്ള കോയ മദനിയുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ മൺമറഞ്ഞു പോയ ഈ പ്രസ്ഥാനത്തിന്റെ വലിയ ഉത്തരവാദിത്തമുള്ള നേതാവായിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഭാഗത്ത് നിന്ന്, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൗഹീദും സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഈ ദഅവാ സമ്മേളനത്തിന്റെ നോട്ടീസിൽ നിങ്ങൾ UDF വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ദേശീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം എന്നാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഒരു പ്രോഗ്രാമിന്റെ ജനാധിപത്യ മര്യാദ എന്ന നിലയിൽ അവരെ വിളിക്കുന്നതിലുള്ള ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, തീവ്രവാദ ബന്ധത്തിന്റെ ചാപ്പ കുത്തിയപ്പോഴും മുജാഹിദ് എന്ന പേരുള്ള നമ്മുടെ നേരെ ഒരുത്തനും ഇവൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പുറത്ത് മുസ്ലിങ്ങളല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ വന്നത് നമ്മൾ പറയുന്നത് എന്താണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വോട്ടും പാടില്ല, ജനാധിപത്യ പ്രക്രിയയൊക്കെ വെല്ലുവിളിക്കുന്ന സംസാരങ്ങളുണ്ടായി നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ അബ്ദുറഹ്മാൻ സാഹിബ്, സീതി സാഹിബ്, മൊയ്തു മൗലവി, KM മൗലവി ഈ മുസ്ലിം ഉമ്മത്തിനെ ഈ രൂപത്തിൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും വൈജ്ഞാനികമായും ഇന്നത്തെ നിലയിൽ എത്തിച്ചത് ഒരു റൂമിലിരുന്ന് ദർസ് നടത്തിയത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അവർക്ക് സാമൂഹികമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ നേട്ടം അനുഭവിക്കുന്നവരിപ്പോൾ പിന്നിലേക്ക് വലിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മുസ്ലിം സമൂഹത്തെ പോലെ ആക്കി തീർക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മളിതിൻ്റെ യാഥാർത്ഥ്യ ബോധം നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഉണർത്താനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സെഷൻ സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഷെഡ്യൂളിൻ്റെ ചില പ്രയാസങ്ങൾ കാരണം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയാൻ വേണ്ടി പ്രിലിമിനറി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഫാലിഹനെ ക്ഷണിച്ചോളൂ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന മഹവ്യക്തിത്വങ്ങളെ, മറ്റു സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിൽ അർപ്പിതമാക്കപ്പെട്ട കർത്തവ്യം എന്നുള്ളത്
നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വേളയിൽ ഈ ഒരു വേള സ്വാഗതം പ്രഭാഷണം നടത്തിയ KP അൻഷിദ് കരുവാരക്കുണ്ടിനും അതോടൊപ്പം ഈ ഒരു പരിപാടി നിയന്ത്രിച്ച അംജദ് അൻസാരി പുത്തൂരിനും അതോടൊപ്പം സലഫിയത്ത് തീവ്രതയല്ല വിദഗ്ധമാണ് എന്ന വിഷയത്തിൽ വളരെ ആയമേറിയ അറിവുകൾ നമുക്ക് പകർന്നു തന്ന അബ്ദുൽ ബാരി ബുസ്താനി, അബ്ദുൽ വഹാബ് സ്വലാഹി, ഉമർ സലഫി തിരുവാലി എന്നിവർക്ക് ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.